ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കണ്ടിട്ടുള്ള ഐസ്ക്രീമാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഹോക്കോൻ്റെ എന്തോ ഒരു കോൺ. ആദ്യത്തേത് നട്ടി ചോക്ലേറ്റ്. പാക്കിംഗ് ഒക്കെ കൊള്ളാം. ഇനി ഐസ്ക്രീം. ആ പാക്ക് തുറന്നപ്പോഴേ ഓപ്പൺ ആയിരുന്നു, പക്ഷെ അത് സാരില്ല, അതിന് എക്സ്ട്രാ പാക്കിങ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഫ്രോസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് വലിയ സ്മെല്ലൊന്നും എനിക്ക് കിട്ടിയില്ല. പൊതുവെ ഐസ്ക്രീമിന് സ്മെല്ലുണ്ടോ? ഉണ്ടായിരിക്കുമോ? ഐസ്ക്രീമിന് സ്മെല്ലുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഐസ്ക്രീമിന് വെള്ളമായി കഴിയുമ്പോഴാണ് ഐസ്ക്രീമിൻ്റെ സ്മെല്ല് വരാണ്. അല്ലാല്ലേ? ആയിരിക്കുമോ? എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. സാധാ ഒരു ഐസ്ക്രീം, അത്രയേ ഉള്ളൂ. ഒരു 6 or 7 കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ഐസ്ക്രീം കുക്കീസ് ആൻഡ് ക്രീം ആണെന്ന് തോന്നുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഓൾസോ എൻ്റെ ടീഷർട്ടിന് മാച്ചിങ് ആണ്. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സംഭവം കാണാൻ രസമുണ്ടായിരുന്നെങ്കിലും എനിക്ക് അത്രയും അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. സാധാ ഒരു ഐസ്ക്രീം, ഒരു കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐസ്ക്രീം, അത്രയേ ഉള്ളൂ. എല്ലാം 90 രൂപ കൊടുത്തിട്ടൊന്നും ഈ ഐസ്ക്രീം വാങ്ങണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് സാധാ നമ്മൾ കോൺ ഐസ്ക്രീം കഴിച്ചാലും സെയിമാണ്. അടുത്തത് ഹേസൽനട്ട് മഡ് സ്ലൈഡ്. ഇത് ആദ്യത്തെ 2 ഐസ്ക്രീം ഓപ്പൺ ചെയ്യുന്നതിനെക്കാട്ടും നല്ല പാക്ഡ് ആയിരുന്നു. അതിൽ ടേപ്പ് കൂടുതലുണ്ടായിരുന്നു. ആ സെക്കൻഡ് പാക്കിന് ഒരു എക്സ്ട്രാ ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഷിറ്റ്, അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, റിവ്യൂ ആണല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഒന്നിൻ്റെയും ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. ഐസ്ക്രീം കഴിക്കാൻ മൂഡില്ലാതെയാണ് ഞാൻ ഇതൊക്കെ എടുത്ത് തിന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. നത്തിങ് ഫോർ മസ്റ്റ് ട്രൈ, ജസ്റ്റ് ഐസ്ക്രീം. പിന്നെ ഇതിനൊരു ഗുണമുള്ളത്, ഇത് മതിയായ നമുക്ക് തിരിച്ച് അടച്ച് എടുത്തു വയ്ക്കാം. ഒരു കുഴപ്പവും ഇല്ല. ഇത് ആവശ്യമില്ലാത്ത ക്ലിപ്പാണ്. എന്നാലും പിറ്റേ ദിവസം ഐസ്ക്രീം എടുത്തപ്പോൾ അത് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ.